പ്രൈസ് ലോർഡ്. തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്കൊരു പ്രഭാതം കൂടെ ദാനമായി തന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്ത് മെസ്സഞ്ചറിൽ കൂടെ പ്രഭാത വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. സാത്താൻ എപ്പോഴും നമ്മെക്കുറിച്ച് ദൈവസന്നിധിയിൽ ഫോഷ്ക്ക് സംസാരിക്കും. എന്നാൽ ഈ സാത്താൻ ദൈവസന്നിധിയിൽ ചെന്ന് പറയുന്നതായ ഫോഷ്ക്ക് അത് വെറും ഫോഷ്ക്ക് മാത്രമാണ്, അത് സത്യമല്ല എന്ന് തെളിയിക്കേണ്ടതായ ഉത്തരവാദിത്വം ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചു. അങ്ങനെ ഒരു മനുഷ്യനെക്കുറിച്ചാണ് തിരുവചനം ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അത് മറ്റാരുമല്ല, നമുക്ക് സുപരിചിതനായ ഇയ്യോബാണ്. വായിക്കാൻ നമുക്ക് ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. സാത്താൻ യഹോവയോട്, മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും തൻ്റെ ജീവന് പകരം കൊടുത്തുകളയും. ഇത് വലിയൊരു അപവാദമാണ്. എന്ന് പറഞ്ഞാൽ ജീവന് വേണ്ടി മനുഷ്യൻ അവനുള്ളതെല്ലാം ത്യജിച്ചു കളയും, ആ ജീവനെക്കുറിച്ച് കൊതിയുള്ളവനാകും എന്നുള്ളതായ ഒരു തെറ്റായ ധാരണ. അന്ന് സാത്താൻ സംസാരിച്ചപ്പോൾ ദൈവം ഇയ്യോബുമാരെ ലോകത്തിൽ കണ്ടു. അനേകം ഇയ്യോബുമാരെ ലോകത്തിൽ ദൈവം സൃഷ്ടിച്ചു. എന്നാൽ ദൈവം സൃഷ്ടിച്ചതായ ഇയ്യോബുമാർ ക്രിസ്തുയേശുവിൽ കൂടെ അതൊരു യാഥാർത്ഥ്യമായി തീർന്നു. ഞാൻ എൻ്റെ ജീവനെ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ ജീവന് വേണ്ടി നാം എല്ലാം ത്യജിച്ച് കളയുകയില്ല, എല്ലാം നാം നഷ്ടപ്പെടുത്തുകയില്ല എന്ന് ദൈവസന്നിധിയിൽ സാത്താന് വിരോധമായി മനുഷ്യൻ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ക്രിസ്തുയേശുവിൽ കൂടെ നമുക്ക് ദൈവം തരുന്നതായ വലിയ ഒരു സൗഭാഗ്യം, സാത്താനെ ജയിക്കുന്ന ഒരവസ്ഥ. എപ്പോഴും സാത്താൻ നമ്മെക്കുറിച്ച് കള്ളം പറയും. എങ്ങനെയാണ് അതിനെക്കുറിച്ച് ജയിക്കുന്നത്? നോക്കൂ, ഇയ്യോബ് പറയുന്നതായ ഒരു വാചകം ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ ഇയ്യോബ് പറയാണ്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇഹലോകത്തിലേക്ക് നമ്മൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, നമുക്കൊന്നും കൊണ്ടുപോകുവാനും കഴിയില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല, എല്ലാം ദൈവത്തിൻ്റെ കാര്യമാണ്. ദൈവം തന്നതാണ്, ദൈവം തന്ന സമ്പത്താണ്, ദൈവം തന്ന ആരോഗ്യമാണ്, ദൈവം തന്ന ബലമാണ്, ദൈവം തന്നതായ പണമാണ്, ദൈവം തന്നതായ ഭവനമാണ്, കുഞ്ഞുങ്ങളാണ്, ഭാര്യയാണ്, ഭർത്താവാണ്, മാതാപിതാക്കളാണ്, സകലതും ദൈവം തന്നതാണ്. അതിനുശേഷം സാത്താൻ ദൈവത്തോട് പറയുന്നതായ വേറൊരു ഫോഷ്ക്ക്, മനുഷ്യൻ്റെ അസ്ഥിയെയും മാംസത്തെയും ഒന്ന് തൊട്ടു നോക്കുക, അവൻ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി തള്ളിപ്പറയും. ഫോഷ്ക്കാണ് പറഞ്ഞത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ഇയ്യോബിൻ്റെ അനുഭവത്തിൽ കൂടെ തൻ്റെ ഭാര്യ ഇയ്യോബിനോട് വന്ന് പറയുകയാണ്, നീ ദൈവത്തെ ഇപ്പോഴും നിന്റെ ഭക്തി, യഹോവ ഭക്തി മുറുകെ പിടിച്ച് നീ ഇങ്ങനെ കഷ്ടപ്പെടാതെ അവനെ ത്യജിച്ച് പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് നീ മരിച്ചു കളക. ഇയ്യോബ് എന്താ പറഞ്ഞതെന്നറിയാമോ? പൊട്ടി സംസാരിക്കുന്നത് പോലെ അല്ലയോ നീ സംസാരിക്കുന്നത് എന്നോട്? ദൈവത്തിൽ നിന്ന് നാം ധാരാളം നന്മകൾ പ്രാപിക്കുന്നു, അല്പം തിന്മയും കൂടെ പ്രാപിച്ചുകൂടെ? നോക്കൂ, പിശാചിനെ ജയിക്കുവാൻ, സാത്താനെ ജയിക്കുവാൻ അനേക ഭക്തന്മാർ കാട്ടിയതായ അവരുടെ വാക്കുകൾ, അവരുടെ നാവുകൾ, അവരുടെ നാവിനാൽ പാപം ചെയ്യാതെ ദൈവത്തെ സ്നേഹിക്കുന്നതിനാൽ, ദൈവത്തിലുള്ളതായ വിശ്വാസം മുറുകെ പിടിക്കുന്നതിനാൽ ആ ജീവൻ്റെ ഉടയവൻ ദൈവമാണെന്നുള്ളതായ ഒരു സത്യം ഇയ്യോബ് അവിടെ കൊണ്ട് സ്ഥാപിക്കുകയാണ്. ദൈവമാണ് ജീവന് തന്നത്. ദൈവം അറിഞ്ഞേ ജീവൻ എടുക്കുകയുള്ളൂ. നമുക്ക് തന്നെ നമ്മുടെ ജീവനെ പരിപാലിക്കുവാൻ സാധിക്കുകയില്ല. എന്നാൽ സാത്താൻ ദൈവത്തോട് പറയുന്നതായ ഒരു ഫോഷ്ക്ക്, മനുഷ്യനെക്കുറിച്ച് പറയുന്നതായ ഒരു കള്ളത്തരം, മനുഷ്യൻ തൻ്റെ ജീവന് വേണ്ടി സകലതും ത്യജിക്കുന്നു. അങ്ങനെയുള്ളവർ ഉണ്ടായേക്കാം. ജീവന് വേണ്ടി, ജീവിക്കാൻ വേണ്ടി സകലതും ത്യജിച്ച് കളയുന്നതായ മനുഷ്യരുണ്ടായേക്കാം. പക്ഷെങ്കിൽ എല്ലാവരും ജീവന് വേണ്ടി എല്ലാം ത്യജിക്കുകയില്ല എന്ന് ദൈവവും അവിടെ ഇവിടെ ആയിട്ട് പലരിൽ കൂടെ അത് സ്ഥാപിച്ചു കൊണ്ടിരിക്കും, തെളിയിച്ചു കൊണ്ടിരിക്കും. ഈ പ്രഭാതത്തിൽ കർത്താവ് നമ്മെക്കുറിച്ചും ഉദ്ദേശിക്കുന്നത് ജീവന് വേണ്ടി നമ്മൾ സകലതും ത്യജിക്കുന്നവരല്ല എന്ന് സാത്താനോട് മറുത്ത് പറയേണ്ടതായ ഒരു ഉത്തരവാദിത്വം.
ഇയ്യോബ് തൻ്റെ നാവിനാൽ ഒന്നും പാപം ചെയ്യാതിരുന്നത് പോലെ. നോക്കൂ, സാത്താൻ എന്ന് പറയുന്നതായ ഒരു കൺസെപ്റ്റ്, പലരും സാത്താൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടായിരിക്കാം. ദൈവമുള്ളതുപോലെ തന്നെ സാത്താനുമുണ്ട്. എന്നാൽ ഈ സാത്താൻ ഏത് രൂപത്തിലാണ് മനുഷ്യനോട് വന്ന് സംസാരിക്കുന്നത്? ദാറ്റ്സ് എ ബിഗ് ക്വസ്റ്റ്യൻ. അതൊരു വലിയൊരു ചോദ്യമാണ്. പലരുടെയും മുൻപിൽ അതൊരു തർക്കമാണ്. നമ്മൾ വിചാരിക്കും മാനുഷിക വേഷത്തിൽ. നോ, സാത്താന് മനുഷ്യവേഷം എടുക്കാൻ കഴിയില്ല. മനുഷ്യവേഷം അത് കർത്താവ് എടുത്ത വേഷമാണ്. അതൊരു സാത്താൻ എടുക്കാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനിൽ കൂടെ സാത്താൻ കയറി നമ്മോട് സംസാരിക്കാൻ കഴിയില്ല. എന്നാൽ സാത്താൻ എടുക്കുന്നതെല്ലാം കൗശല ബുദ്ധിയുള്ളതായ ജീവിതങ്ങളെയാണ്. കൗശലങ്ങളാണ് സാത്താൻ ഉൾക്കൊള്ളുന്നത്. കൗശലമായ വാക്കുകൾ, കൗശലമായ രൂപങ്ങൾ, കൗശലമായ അല്ലെങ്കിൽ പോഷ്ക്ക് നിറഞ്ഞതായ അനേക കുബുദ്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാത്താൻ നോക്കും. അതുമാത്രമേ സാത്താന് കഴിയുകയുള്ളൂ. അതിന് മാത്രമേ സാത്താന് ശക്തിയുള്ളൂ. ഈ കൗശല ബുദ്ധിയോടുകൂടെ ദൈവത്തോട് ചെന്ന് പറയുകയാണ്, മനുഷ്യനെ നോക്കൂ, മനുഷ്യൻ തൻ്റെ ജീവന് വേണ്ടി എല്ലാം ത്യജിച്ച് കളയും. എന്നാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് ദൈവത്തോട് നമുക്കൊരു ഉറപ്പ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കർത്താവേ, ഞാൻ എൻ്റെ ജീവന് വേണ്ടി എല്ലാം ത്യജിച്ച് കളയുകയില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നതായ വാക്കുകൾ, എൻ്റെ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, എനിക്ക് ജീവൻ തന്ന ദൈവത്തിൽ നിന്ന്, എന്നെ നിലനിർത്തുന്ന ദൈവത്തിൽ നിന്ന്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന്, ആ ബന്ധത്തിൽ നിന്ന് ആർക്ക് വേർപിരിക്കാൻ കഴിയും? സാത്താൻ കൊണ്ടുവരുവാൻ കഴിയുന്നത് കേവലം നമ്മുടെ അസ്ഥിയും മാംസത്തിന്മേൽ ഒന്ന് തൊട്ടാൽ നമ്മൾ ചിലപ്പോൾ ക്ഷയിച്ചു പോകുമെന്നായിരിക്കും. എന്താണ് ഈ അസ്ഥി? മനുഷ്യരുടെ മുമ്പിൽ അസ്തിത്വമുള്ള ഒരു വ്യക്തിത്വം. നമ്മുടെ വ്യക്തിത്വം നമ്മളെ ദോഷകരമായി വധിക്കത്തക്ക രീതിയിൽ നമ്മളിൽ പല ദൂഷണങ്ങളും പല അപവാദങ്ങളും കൊണ്ടുവന്ന് നമ്മെ നാണം കെടുത്തും. മാംസം എന്താണെന്ന് അറിയാമോ? നമ്മുടെ രൂപം, നമുക്ക് തരുന്നതായ രൂപം, ഈ ലോകത്തിലുള്ളതായ സമ്പത്ത്, നമ്മുടെ വ്യക്തിത്വത്തോട് ചേർന്ന് നിൽക്കുന്നതായ നമുക്കുള്ളതായ പല കാര്യങ്ങളും സൗകര്യങ്ങളും അത് മാംസത്തെ കാണിക്കുന്നു. അതിനെയൊക്കെ സാത്താൻ ചിലപ്പോൾ തൊട്ടെന്നിരിക്കും. പക്ഷെങ്കിൽ അതിന് അങ്ങേപ്പുറത്തൊരു വാക്കുണ്ട്, യഹോവ തന്നു, ഇതെല്ലാം എനിക്ക് തന്നത് ദൈവമാണ്. ദൈവം അത് എടുക്കുമ്പോൾ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും എന്ന് പറഞ്ഞാൽ അതിന് അങ്ങേപ്പുറത്തൊരു കാര്യം കൂടെ ഉണ്ട്. ഇയ്യോബ് പറയാതെ ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. യഹോവ എടുക്കുവാൻ ഒരു ദിവസം മനസ്സ് വെച്ചെങ്കിൽ അത് തിരികെ തരുവാനും അവന് കഴിയും. അവൻ എന്നെ ശോധന ചെയ്താൽ ഞാൻ പൊന്നുപോലെ വെളിയിൽ വരും. ദൈവത്തിന് സ്തോത്രം. ഇയ്യോബ് വീണ്ടും പ്രത്യാശയുടെ വാക്കുകൾ പറയുകയാണ്, എൻ്റെ സ്വന്തം കണ്ണാൽ ഞാൻ അവനെ കാണും. മിഥ്യയായ കണ്ണുകൊണ്ടല്ല. ഇയ്യോബിൻ്റെ പുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ സത്യവും മിഥ്യയും നിറഞ്ഞതായ കാര്യങ്ങളാണ്. അനേക കാര്യങ്ങളിൽ അത് മിഥ്യയാണ് എന്ന മനുഷ്യജാതിയെ മുഴുവനും പഠിപ്പിക്കുവാൻ ദൈവം കൊണ്ടുവന്നതായ സാഹചര്യങ്ങളാണ് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതിനങ്ങേപ്പുറത്ത് അനേക പരമാർത്ഥതകളെ, സത്യങ്ങളെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഈ പ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവന് വേണ്ടി നാം പ്രാണത്യാഗം ചെയ്യുമ്പോൾ, വേദനിക്കുമ്പോൾ, ഭാരപ്പെടുമ്പോൾ, ഞെരുക്കപ്പെടുമ്പോൾ, പല വേദനകളുടെയും മുൻപിൽ, പല രോഗങ്ങളുടെ മുൻപിൽ, പല പരീക്ഷകളുടെ മുമ്പിൽ തളർന്നു പോകുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, യഹോവയാണ് നിനക്ക് എല്ലാ നന്മകളും തരുന്നത്, നിനക്ക് ഉയർച്ച തരുന്നത്, നിനക്ക് സൗഖ്യം തരുന്നത്, നിനക്ക് ജീവൻ തരുന്നത്, നിനക്ക് ബലം തരുന്നത്, കുഞ്ഞുങ്ങളെ തരുന്നത്, നിന്റെ കുടുംബം നിനക്ക് തന്നത് ദൈവമാണ് നിനക്ക് തന്നതെങ്കിൽ അതിനെ നിലനിർത്തുവാനും ദൈവത്തിന് കഴിയും. ദൈവത്തിനകത്ത് നിലനിർത്തുവാൻ ശക്തിയുണ്ട്. അതിന്മേൽ അധികാരമുള്ളവൻ ദൈവം മാത്രം. ദൈവത്തിൽ നിന്ന് നാം അനേക നന്മകൾ പ്രാപിക്കുന്നു. തിന്മയും നമുക്ക് പ്രാപിച്ചുകൂടെ? ഇയ്യോബ് തൻ്റെ ഭാര്യയോട് ചോദിച്ച ചോദ്യം നമ്മളോട് തന്നെ നമുക്ക് ഈ പ്രഭാതത്തിന് ചോദിക്കുമ്പോൾ നോക്കൂ, നമ്മുടെ മുൻപിൽ സാത്താൻ തോൽക്കും, ദൈവം ജയിക്കും. ദൈവത്തെ നാം ജയിപ്പിക്കും. സ്വർഗത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ജ്ഞാനത്തിൽ കൂടെ, ദൈവം തന്ന കൃപയിൽ കൂടെ, അത് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്നവരായി ഇയ്യോബിനെ പോലെ നാം ഈ ലോകത്തിൽ ശോഭിക്കുന്ന നക്ഷത്രങ്ങളായിത്തീരും. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗഡ് ബ്ലെസ് യു.